മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ മുഖ്യമന്ത്രിയും ഒക്കെ കഴിഞ്ഞ ഒരു മാസമായി ആളുകളെ നേരിൽ കാണുകയാണ്. അപ്പൊ പ്രയോജനമൊക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അതെ അതെ, ആ മുഖ്യമന്ത്രിനെ കാര്യം ചാടിയാ മതി. ഇതുപോലെ ഒരു മുഖ്യമന്ത്രിനെ കേരളത്തിൽ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല. ഒരു രാജ്യത്തും ഇതുപോലെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഇതുപോലെ വൃത്തികെട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഞാൻ കണ്ടിട്ടേ ഇല്ല. അയ്യോ, ഞങ്ങൾ ജനം തകർന്നു, തന്നെത്താനെ തീ വെച്ചാകാൻ മനസ്സുണ്ട്. അതുപോലെ ജനങ്ങൾ തൊലഞ്ഞു. ജനങ്ങൾക്ക് കഞ്ഞിക്കുമില്ല, ഉടുതുണിയില്ല. ഇതുപോലെ ഒരു ഭരണം. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. 45 കൊല്ലം ഞാൻ പെൻഷൻ മേടിക്കാൻ തുടങ്ങിയിട്ട്. ഇവർ ഈ ഇടക്കാലം കൊണ്ട് ഈ അക്ഷയ വെച്ചേക്കണ എന്തിനാ? ഇത് തള്ളിക്കളയാൻ വേണ്ടി. മനുഷ്യനെ നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ ഈ അക്ഷയ പോകേണ്ട ആവശ്യം എന്നാ? ഇതിന് പിന്നെ ഈ പിണറായി വന്നാൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നല്ലോ സാറേ. മോനെ, എനിക്ക് ഇവരെ പറ്റി വിനോദയാത്ര തുടങ്ങിയിട്ട് ഒരു മാസമായില്ല. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശാണത്, ജനങ്ങളുടെ കാശല്ലേ അത്. ഏതെല്ലാം തരത്തിൽ പിരിക്കണ്ട്. ഒരു സൈക്കിള് ചെരിഞ്ഞാൽ മതി, അതിനും കൂടെ പിഴ ഇടിച്ച് മേടിക്കണ ഗവൺമെന്റിന് തന്നെ ഇല്ലാത്ത ഏതെല്ലാം തരത്തിൽ ഞങ്ങളെ പിരിക്കണ പെരക്കരം എന്ന് വേണ്ട വെള്ളത്തിൻ്റെ കരം. ഞങ്ങളെ പിഴിഞ്ഞെടുക്കണ കാശ്, ജനങ്ങളെ പിരിഞ്ഞെടുക്കണ. ഒരു കടക്കാരെ പിരിവ് കൊടുത്തിട്ട് അവരുടെ കട തല്ലി പൊളിക്കുക. അവർക്ക് 10,000 കഴിഞ്ഞ പിരിവ് വേണ്ട. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. പഴയ ചട്ടി കയ്യിലുണ്ടോ? പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇനിയും വേണ്ടി വന്നാലേ പിരിഞ്ഞ് ആ ചട്ടി പൊട്ടിക്കാൻ പ്ലാനില്ല, ഒന്നോടെ ഇറങ്ങാൻ പ്ലാനുണ്ട്. ഈ രീതിയിലാണെങ്കിൽ മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ അവസരം വൈകിട്ടാണോ?